Hello students, welcome to this channel. ഇന്ന് നമുക്ക് കർണൽ ആൻഡ് ഇമേജ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. പക്ഷേ ഇത് സംഭവം പുതിയ കാര്യമൊന്നും അല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ അതായത് ലെക്ചർ 14ൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ലെക്ചർ 13ൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് റോ സ്പേസ്, കോളം സ്പേസ്, നൾ സ്പേസ് എന്നൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു മെട്രിക്സ് തന്നിട്ട് അതിൽ നമുക്ക് റോ സ്പേസ് എന്താണ്, കോളം സ്പേസ് എന്താണ്, നൾ സ്പേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഞാനതൊന്ന് കാണിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ റോ സ്പേസ്, കോളം സ്പേസ്, നൾ സ്പേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് അതായത് മെട്രിക്സ് അല്ല നമുക്ക് തരുന്നത്, നമുക്ക് വെക്റ്റേഴ്സ് ആണ് തരുന്നത്. അപ്പോൾ യൂസിങ് ദ വെക്റ്റേഴ്സ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നൾ സ്പേസ്. ദാറ്റ് മീൻസ് ദ കർണൽ ഇസ് അതർവൈസ് നോൺ ആസ് ദ നൾ സ്പേസ് ആൻഡ് ഓൾസോ യു ഹാവ് ടു ഫൈൻഡ് ദ ഇമേജ്. ഇമേജ് ഇസ് അതർവൈസ് നോൺ ആസ് റേഞ്ച് ഓർ അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് കോളം സ്പേസ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ വന്നിട്ട് ലെറ്റ് ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിൽ രണ്ട് വെക്ടർ സ്പേസസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ടി ഫ്രം യു ടു വി എന്നെടുക്കുക, അല്ലെങ്കിൽ വി ടു ഡബ്ല്യു എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിൽ യുവും വിയും വെക്ടർ സ്പേസസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓവർ വെക്ടർ സ്പേസ് ഓവർ സം ഫീൽഡ് എഫ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കർണൽ ഓർ നൾ സ്പേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ബട്ട് നൾ സ്പേസ് ഇസ് defined as W is equal to W null സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ അല്ലെങ്കിൽ കർണലിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ W എന്ന് കൊടുക്കാം. ദാറ്റ് is equal to some u belongs to u such that f of u is equal to 0 dash or 0 prime, where 0 prime is the or 0 എന്നേ എഴുതാം. 0 prime തന്നെ വേണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് 0 എന്ന് തന്നെ എഴുതാം. നമുക്ക് 0 prime ഒന്നും വേണ്ട. 0 where 0 is the 0 vector. 0 vector എന്ന് പറയുമ്പോൾ കോളം വെക്ടർ ആവാം, ചിലപ്പോൾ റോ വെക്ടർ ആവാം. ഇനി കർണൽ is denoted as KERF. അതാണ് ഇതിൻ്റെ നൊട്ടേഷൻ, കർണൽ ഓഫ് എഫ് ഓർ ഡബ്ല്യു. Thus kernel W of T is a subset of U consisting of those elements which are mapped onto the 0 vector. അതായത് ഇതിന് പറയുന്നത് T of 0 equal to 0 dash എന്ന ഇമേജ്. അതായത് ഒരു എലമെൻറ്റ് U എന്ന എലമെൻറ്റ്, സപ്പോസ് U എന്ന എലമെൻറ്റിന് പകരം നമ്മൾ 0 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും 0 പ്രൈം തന്നെ, അതായത് 0 വെക്റ്റർ തന്നെ നമുക്കിവിടെ ആൻസറായിട്ടും വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0 എന്നൊരു എലമെൻറ്റ് നമുക്കിപ്പോൾ രണ്ട് സെറ്റ് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. 0 എന്ന എലമെൻറ്റ് അതിലുണ്ടാവും. ദാറ്റ് മീൻസ് ഈ സെറ്റ് എന്ന് പറയുന്നത്, അതായത് കർണൽ വിൽ ബി ഓൾവേസ് നോൺ എംപ്റ്റി എന്നാണ്. നമുക്കിങ്ങനെ രണ്ട് സെറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. വൺ ഫ്രം യു ടു വി ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എ ട്രാൻസ്ഫോർമേഷൻ ടി ഇസ് കൺസിഡേർഡ് സച്ച് ദാറ്റ് ഓർ എ ടി ഓർ ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് യുവിന് പകരം ടി ഓഫ് യു എന്ന് കൊടുക്കാം. ടി ഓഫ് യു സച്ച് ദാറ്റ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഓരോ ഇമേജസും, അതായത് കർണൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമേജ് എവിടെ വരണം, അത് വിയിൽ വരുമ്പോൾ 0 ആയിരിക്കണം. അതായത് നമുക്ക് ഇവിടെ ഏതൊരു മാപ്പിംഗ് എലമെൻറ്റ് യു ഇവിടെ എടുത്താലും, ഏതൊരു എലമെൻറ്റ് യു ബിലോങ്സ് ടു യു ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദ ട്രാൻസ്ഫോർമേഷൻ ടി ഓഫ് യു ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ഇമേജ് ഷുഡ് ബി ഈക്വൽ ടു 0. അത് വെക്ടർ സ്പേസ് വിയിൽ എടുക്കുമ്പോൾ ആ എലമെൻ്റ് എല്ലാം 0 ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇനി അടുത്തത് ഇമേജ് നോക്കാം. ഇമേജ് എന്ന് പറയുമ്പോൾ അതായത് കർണൽ ഈസ് അതർവൈസ് നോൺ ആസ് നൾ സ്പേസ്. നമുക്കിവിടെ പ്രോബ്ലമാറ്റിക് മെത്തേഡിൽ വരുമ്പോൾ വേറെ രീതിയിലാണ് ചെയ്യാനുള്ളത്. ലെറ്റ് വി ടു ഡബ്ല്യു, അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ദെയർഫോർ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് വി, അതായത് നമുക്ക് ഏത് ഒരു എലമെൻറ്റ് യുവിലെടുത്താലും ശരി അല്ലെങ്കിൽ വിയിലെടുത്താലും സം വി ടു ഡബ്ല്യു ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുന്ന ഓരോ എലമെൻസിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, അത് എഫ് ഓഫ് വി ആയിരിക്കും. സോ ദിസ് എഫ് ഓഫ് വി ഇസ് കോൾഡ് ആസ് ഇമേജ് ഓർ ദ റേഞ്ച് ഓഫ് എഫ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ എം ഓഫ് എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് കോളം സ്പേസ്. ഇമേജ് ഇസ് അതർവൈസ് നോൺ ആസ് ദ കോളം സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർണൽ എന്ന് പറയുമ്പോൾ നൾ സ്പേസ്, ഇമേജ് ഈസ് അതർവൈസ് നോൺ ആസ് ഓർ ദ റേഞ്ച് ഇസ് അതർവൈസ് നോൺ ആസ് കോളം സ്പേസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ
the dimension of the range is called as the rank of the transformation. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡയമെൻഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റാങ്ക് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതായത് നൾ സ്പേസിലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയമെൻഷൻ ഓഫ് ദ നൾ സ്പേസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നള്ളിറ്റി. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഡയമെൻഷൻ ഓഫ് ദ നൾ സ്പേസ് ഇസ് നള്ളിറ്റി ആൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ റേഞ്ച് സ്പേസ് ഇസ് നോൺ ആസ് ദ റാങ്ക് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം നോക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. ഫൈൻഡ് എ ബേസിസ് ഫോർ ഇമേജ് ഓഫ് എഫ് ഫ്രം R4 to R3 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എ ബി സി ഡി ആണ്. എ പ്ലസ് ബി, ബി പ്ലസ് സി, ബി മൈനസ് സി, എ പ്ലസ് ഡി. അതായത് R4 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 4 എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഇമേജ് വരുന്നത് എവിടെയാണ്? R3യിലാണ് വരുന്നത്. അപ്പോൾ R3യിൽ വരുമ്പോൾ 3 എലമെൻറ്റ്സ് ഫോർമാറ്റ് ആയിരിക്കണം വരേണ്ടത്. ഇവിടെ 4 എലമെൻറ്റ്സ് ഫോർമാറ്റ് വിച്ച് ചേഞ്ചസ് ടു 3 എലമെൻറ്റ് ഫോർമാറ്റ്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ ബി സി ഡി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗിവൺ ഫംഗ്ഷനെ അങ്ങനെ എഴുതുക. എഴുതിയതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കുക. ഫസ്റ്റ് വെക്റ്ററിൽ അതായത് ഓരോ വെക്റ്റേഴ്സും നോക്കുക. എ പ്ലസ് ബി, ബി മൈനസ് സി, അടുത്തത് എ പ്ലസ് ഡി. അപ്പോൾ എ വരുന്ന എലമെൻറ്റ് ഏതിലൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റിൽ വരുന്നുണ്ട്, സെക്കൻഡിൽ ഇല്ല, തേർഡിൽ ഉണ്ട്. അപ്പോൾ എ ഇസ് ഡിനോട്ടഡ് ആസ് 1 0 1 കാരണം ഫസ്റ്റിലുണ്ട്, സെക്കൻഡ് ടേമിലില്ല, തേർഡ് ടേമിൽ ഉണ്ട്. ഇനി ബി കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേമിലുണ്ട്, ഫസ്റ്റ് ടേമിലുണ്ട്, സെക്കൻഡ് ടേമിലുണ്ട്, തേർഡ് ടേമിൽ ഇല്ല. അപ്പോൾ 1 1 0. ഇനി സി കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ടേമിലുണ്ട്, ഫസ്റ്റിലും സെക്കൻഡിലും ഇല്ല. അപ്പോൾ സി ഇൻറ്റു 0 -1 0. ഇനി ലാസ്റ്റ് ഡി ടേം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എയിലുണ്ട്, ബി ഫസ്റ്റ് ടേമിലില്ല, സെക്കൻഡ് ടേമിലില്ല, തേർഡ് ടേമിലുണ്ട്. അപ്പോൾ 0 0 1 അങ്ങനെ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് നമ്മൾ 4 എലമെൻറ്റ്സിന് 3 എലമെൻറ്റ്സ് ഫോർമാറ്റിൽ നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഇസ് നോൺ ആസ് ദ സ്പാൻ ഓഫ് എഫ് എന്നാണ്. നമുക്ക് സ്പാൻ ഓഫ് ദ വെക്ടേഴ്സ്. വാട്ട് ഇസ് സ്പാൻ ഓഫ് ദ വെക്ടേഴ്സ്? നമ്മളതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സ്പാൻ ഓഫ് ദ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ വെക്ടേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ്. ഇപ്പോൾ ഈ വെക്ടേഴ്സിനെ എല്ലാം നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഫോർമാറ്റിൽ എഴുതിയിട്ടില്ലേ? നമ്മൾ എഴുതിയിട്ടില്ലേ? എ ഇൻറ്റു V1 പ്ലസ് ബി ഇൻറ്റു V2 പ്ലസ് സി ഇൻറ്റു B3 പ്ലസ് ഡി ഇൻറ്റു V3 V4 എന്ന ഫോർമാറ്റിൽ. ഇറ്റ് ഈസ് നോൺ ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ്. ദാറ്റ് മീൻസ് സ്പാൻ ഓഫ് ദീസ് വെക്ടേഴ്സ്. സ്പാൻ ഓഫ് ദ വെക്ടേഴ്സ് മീൻസ് ദ വെക്ടേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 0 1 1 1 0 0 -1 0 0 0 1. ഇനി ഇപ്പം നമുക്ക് ഇമേജ് ഓഫ് എഫ് നമ്മൾ സ്പാൻ ഓഫ് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് എഴുതി. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈ വെക്ടേഴ്സിൻ്റെ എല്ലാം ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ എടുക്കുക. ഫസ്റ്റ് വെക്ടറിനെ ഫസ്റ്റ് റോ, സെക്കൻഡ് വെക്ടറിനെ സെക്കൻഡ് റോ, തേർഡ് വെക്ടറിനെ തേർഡ് റോ ആൻഡ് ഫോർത്ത് വെക്ടറിനെ ഫോർത്ത് റോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോർമാറ്റ് നമ്മളിവിടെ കൊടുക്കുവാണ്. സോ വി ആർ ഗോയിങ് ടു ഗിവ് ദ കാൽക്കുലേഷൻ ആസ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. വെൻ യു അപ്ലൈ ദ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം, വാട്ട് ഷുഡ് ബി ദ കണ്ടീഷൻ there? There should be 1 and remaining all the other entries. That means the leading entry should be 1 and all other entries to be 0. So നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു 1 കൊടുക്കാനായിട്ട്. അപ്പോൾ സെക്കൻഡ് റോയ്ക്ക് നമ്മളിവിടെ കാൽക്കുലേഷൻ കൊടുക്കണം. വാട്ട് ഈസ് സെക്കൻഡ് റോ കാൽക്കുലേഷൻ? R2 is replaced with R2 minus R1. So 1 minus 1 is 0, 1 minus 0 is 1 and 0 minus 1 is minus 1. Now third row calculation വേണോ നമുക്ക്? ഇല്ല, already it is 0. Fourth row is also 0. So therefore now ഇനി നമുക്ക് അടുത്ത ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തു. താഴെ നമുക്ക് ഒരു കാൽക്കുലേഷനെ വേണ്ടി വന്നുള്ളൂ. അടുത്തത് നമ്മൾ ഫസ്റ്റ് റോ വിട്ടേക്കണം, അതേപോലെ എഴുതണം. സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് റോയിലെ ലീഡിങ് എൻട്രി 1, അതിന് താഴെ 3 സീറോസ്. ഓക്കെ. സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി 1 ഇതാണ്. അപ്പോൾ അതിന് താഴെ ഒരു എൻട്രിയാണ് നമുക്ക് 0 ആക്കാനുള്ളത്. അത് R3ക്കാണ്. അപ്പോൾ R3യുടെ കാൽക്കുലേഷൻ R3 is replaced with R3 plus R2 എന്ന് കൊടുക്കുക. അപ്പോഴത്തേന് നമുക്കിതെന്താണ്
എന്താവും നമുക്ക് we shall add the answers. On adding the answers we will be getting -1 + 1 എന്ന് പറയുമ്പോൾ 0 and 0 minus 1 is -1 and also the last entry is equal to 1. ഇപ്പോൾ ഫസ്റ്റ് റോ എഴുതുക, സെക്കൻഡ് റോ അതേപടി എഴുതുക. ഇനി തേർഡ് റോ ഫിക്സ് ചെയ്യുക. തേർഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ അതിലെ ലീഡിങ് എൻട്രി എത്രയാണ്? -1 ആണ്. ഈ -1ന് താഴത്തെ എൻട്രി എന്താക്കണം? നമ്മൾ 0 ആക്കണം. അതായത് R4 is replaced with R4 plus R3 എന്ന് വിത്ത് റെസ്പെക്ട് ടു R3 കാൽക്കുലേഷൻ കൊടുക്കുക. അപ്പോഴത്തേന് നിങ്ങൾക്ക് എന്തായിരിക്കും വരുന്നത്? ഇങ്ങനെ ഒരു ആൻസർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ആൻസറിൽ ഇവിടെ ഒരു -1 ഉണ്ട്. നമുക്ക് ആ -1നെ എന്താക്കാം? +1 ആക്കാം. അപ്പോൾ +1 ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? R3 is replaced with R3 into -1 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്താവും? +1. ഇപ്പോൾ പിവോട്ട് കോളം ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ നമുക്ക് പിവോട്ട് കോളം വരുന്നത് 3 കോളം വെക്റ്റേഴ്സാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ബേസിസ് ഫോർ column space is equal to, what is the basis for column space which is equal to എന്താണ്? that is നമുക്ക് ഏതൊക്കെ വെക്റ്റേഴ്സ് വരുന്നത്? ഫസ്റ്റ് വെക്റ്റർ, സെക്കൻഡ് വെക്റ്റർ, തേർഡ് വെക്റ്റർ വരുന്ന കോളംസ് ആണ് v1, v2, v3 എന്നുള്ള കോളംസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇനിയും ഒരു കാൽക്കുലേഷൻ ചെയ്യാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അതല്ല, നമുക്ക് ചിലർക്ക് എന്ത് വേണ്ടത്? ചിലരെന്ത് ചെയ്യുക? അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേഷൻ ചെയ്യും. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്നത് വരെ കാൽക്കുലേഷൻ അവർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അതുപോലെ കോളം വൈസ് നോക്കുമ്പോൾ പിവോട്ട് കോളംസ് വരുന്നത് ഏതൊക്കെയാണ്? ഇത് പിവോട്ട് കോളംസ് ആർ നമ്മുടെ പിവോട്ട് കോളംസ് ആർ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ആൻഡ് തേർഡ് കോളമാണ് നമുക്ക് വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു തേർഡ് റോ നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ കൊടുക്കാം. അതായത് R2ൻ്റെ കാൽക്കുലേഷൻ എന്ത് കൊടുക്കാം? അല്ലെങ്കിൽ R1 is replaced with R1 minus R3 കൊടുക്കാം. R2 is replaced with R2 plus R3 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താവും? ഈ ആൻസർ 0. ഇപ്പം നമുക്ക് 1 0 0 0 1 0 0 0 1 അങ്ങനെയാണെങ്കിൽ ഈ വെക്റ്റേഴ്സ്, അതായത് v1 v2, നമുക്ക് ഈ ഫസ്റ്റ് വെക്റ്റേഴ്സ് നമ്മളിപ്പോൾ v1 എന്ന് പറയുന്ന ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ v3, ഫോർത്ത് റോ v4 എന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ v1 v2 v3 v4 ഇല്ല, കാരണം ലാസ്റ്റ് റോ ഫുള്ള് 0. അപ്പോൾ v1 v2 v3 ഓർ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, കാരണം നമ്മൾ എന്താണ്? ഈ വെക്റ്റേഴ്സിനെ മറ്റൊരു വെക്റ്റേഴ്സിൻ്റെ ഫോർമാറ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. 1 ഫസ്റ്റ് എൻട്രി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എൻട്രീസും 0. അതുപോലെ സെക്കൻഡ് എൻട്രി റിമൈനിങ് എൻട്രീസ് ആർ 0. ഇവിടെ ലാസ്റ്റ് തേർഡ് എൻട്രി ഈസ് നോൺ എംപ്റ്റി, ബാക്കി എല്ലാ എൻട്രീസും 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? therefore the rows of the matrix span the subspace, അതായത് സ്പാൻ ഓഫ് ദ 3 വെക്റ്റേഴ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സ്പാൻ ഓഫ് ദ 3 വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഇമേജ് ഓഫ് ദ, നമ്മൾ എടുത്തത് എന്താണ്? ഇമേജ് ഓഫ് F is equal to span of these 3 vectors. What are the vectors? 1 0 0. ഇനി ഒരു വെക്റ്റർ ഏതാണ്? 0 1 0 and another vector is 0 0 1. അതല്ലെങ്കിൽ ഇമേജ് ഓഫ് വെക്റ്റേഴ്സ് is equal to the span of the set, that means 1 0 0 1. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏതാണ്? 1 0 0 1 0 1 1 1 0 0 -1 0. നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ആൻസറായിട്ട് എടുക്കാം, ഇത് വേണമെങ്കിലും ആൻസറായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കർണൽ ആൻഡ് ഇമേജ് ഓഫ് എഫ്. അപ്പോൾ കർണൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ എസ് ദ നൾ സ്പേസ് ആണ്. അതുപോലെ ഇമേജ് എന്ന് പറയുന്നത് കോളം സ്പേസ് ആണ്. കോളം സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന പ്രോബ്ലത്തിൽ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ മെട്രിക്സ് അവർ തരുന്നില്ല, മെട്രിക്സ് നമ്മൾ തന്നെ ഗിവൺ വെക്റ്റേഴ്സിൽ നിന്ന് ഫോം ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഡിഫറൻസ്. കഴിഞ്ഞതിൽ മെട്രിക്സ് തരുന്നു, ഇവിടെ മെട്രിക്സ് അവർ തരുന്നില്ല. അപ്പോൾ ഞാൻ
ആ രണ്ട് രീതിയിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വെക്റ്റേഴ്സ് തരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്ര വെക്റ്റേഴ്സ് വരുന്നുണ്ട് അതിനെ മെട്രിക്സ് ആയിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോർമാറ്റ് കാൽക്കുലേഷൻ കൊടുത്തതിന് ശേഷം ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എത്ര എണ്ണം വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ 3 വെക്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പിവോട്ട് കോളം വരുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളത്തിനാണ് പിവോട്ട് കോളം വരുന്നത്. അപ്പോൾ ഈ 3 കോളം വെക്റ്റേഴ്സും ഫോംസ് ബേസിസും. അതിൽ നമുക്ക് ഇവിടെ ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ദീസ് 3 വെക്റ്റേഴ്സ്. അത് ഏതൊക്കെ വെക്റ്റേഴ്സാണ്? 1 0 1, പിന്നെ 0 1 1 0 0 0 -1 എന്ന 3 വെക്റ്റേഴ്സാണ് ഇവിടെ സ്പാൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇമേജ് ആൻഡ് കെർണൽ ഓഫ് എ എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ R3 to R3 3 എലമെൻറ്റ് ഫോർമേഷൻ ടു 3 എലമെൻറ്റ് ഫോർമേഷൻ. അപ്പോൾ എഫ് ഓഫ് എ ബി സി വന്നിട്ട് എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് സി എന്നാണ് തരുന്നത്. ഇതിൽ നമുക്ക് എ ബി സി എടുക്കുമ്പോൾ കെർണൽ ഓഫ് എഫ് എന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. എ ബി സി ബിലോങ്സ് ടു ദ കെർണൽ ഓഫ് എഫ്. അതായത് നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നെ നമ്മൾ എടുക്കുന്നു. 0 വെക്റ്റർ അല്ലേ? നമ്മളവിടെ എഴുതിയത് എങ്ങനെയാണ്? എഫ് ഓഫ് ആർ ടി ഓഫ് യു ഇസ് ഈക്വൽ ടു ദ 0 വെക്റ്റർ എന്നാണ്, ഓർ 0 പ്രൈം എന്നല്ലേ? അതുപോലെ തന്നെ എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു 0 0 0. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിൽ നിന്ന് ഇവിടെ നമുക്ക് എഫ് ഓഫ് എ പ്ലസ് ബി എ ബി സി എന്ന് പറയുന്നത് ഗിവൺ കണ്ടീഷൻ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ദ 0 0 0 വെക്റ്റർ. അപ്പോൾ ഇതിൽ നിന്ന് എ പ്ലസ് ബി ഈക്വൽ ടു 0, ബി പ്ലസ് സി ഈക്വൽ ടു 0 ആൻഡ് എ പ്ലസ് സി ഈക്വൽ ടു 0 വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇക്വേഷന് നമുക്കിപ്പോൾ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എ പ്ലസ് ബി ഈക്വൽ ടു 0, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഇത് കിട്ടുന്നുണ്ട് ബി പ്ലസ് സി ഈക്വൽ ടു എന്താണ്? -0 വരുന്നുണ്ട്. അപ്പോൾ ബി പ്ലസ് സിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് മീൻസ് ബി ഇസ് ഈക്വൽ ടു -c വരുന്നുണ്ട്. -c എടുത്ത് തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തേർഡ് ഇക്വേഷനിലല്ലോ, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ മൈനസ് സി ഇസ് ഈക്വൽ ടു 0. ദെയർഫോർ എ പ്ലസ് സി ഈക്വൽ ടു 0 ആൻഡ് എ മൈനസ് സി ഈക്വൽ ടു 0. ഓൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2a is equal to 0. Therefore a equal to 0. a equal to 0 ആണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c equal to 0 കിട്ടുന്നുണ്ട്. c equal to 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? p equal to 0. അപ്പോൾ നമുക്ക് വരുന്നത് a b c equal to 0 വരുന്നുണ്ട്. അപ്പോൾ therefore നമുക്കിവിടെ എന്താണ്? കെർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബി പ്ലസ് സി എ പ്ലസ് സി. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? നമുക്ക് 0 വെക്റ്റേഴ്സ് ആണ് വരുന്നത്. therefore on substituting a equal to 0, b equal to 0, c equal to 0, we get the kernel of f is equal to 0 വരുന്നുണ്ട്. ഓക്കെ, ഇനി റേഞ്ച് ഓഫ് എഫ് ഓർ ഇമേജ് ഓഫ് എഫ് നമുക്ക് കണ്ടെത്തണം. റേഞ്ച് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള വെക്റ്റേഴ്സിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്റ്റേഴ്സ്, അതായത് സ്പാൻ ഓഫ് വെക്റ്റേഴ്സ് ആയിട്ട് ആദ്യം എഴുതണം. അപ്പോൾ ഗിവൺ വെക്റ്റേഴ്സിൽ നിന്ന് ആദ്യം എ, ഫസ്റ്റ് വെക്റ്ററിൽ എ ഉണ്ട്, സെക്കൻഡിലില്ല, തേർഡിലുണ്ട്. അപ്പോൾ എ ഇൻറ്റു 1 0 1. അതുപോലെ ബി ഫസ്റ്റിലുണ്ട്, സെക്കൻഡ് ടേമിലുണ്ട്, തേർഡിലില്ല. അപ്പോൾ 1 1 0. സി സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേമിലുണ്ട്. അപ്പോൾ 0 1 1. therefore image of f is equal to span of these 3 vectors. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണ് നമുക്കിവിടെ ഫോം ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ വെക്റ്റേഴ്സിനെ റോ വൈസ് 3 വെക്റ്റേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്തതിന് ശേഷം ലീഡിങ് എൻട്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ബൈ യൂസിങ് ദ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം 1ന് താഴെ ബാക്കി 2 എൻട്രീസും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അതിന് 0 വരാനായിട്ട് നമുക്കിവിടെ കാൽക്കുലേഷൻ കൊടുക്കാം. അതായത് R2 is replaced with R2 minus R1 എന്ന കാൽക്കുലേഷൻ. ഈ ഒരെണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം ഈ എൻട്രി 0. സോ 1 0 1, ഇവിടെ 1 minus 1 0, 1 minus 0 1, 0 minus 1 minus 1. ഇനി അടുത്ത കാൽക്കുലേഷനിൽ ഫസ്റ്റ് റോ വിട്ടേക്കണം. അപ്പോൾ സെക്കൻഡ് റോ എടുക്കുമ്പോൾ ലീഡിങ് എൻട്രി ഏതാണ്? 1 ആണ് ലീഡിങ് എൻട്രി. അതിന് താഴത്തെ ഈ എൻട്രി നമുക്ക് 0 ആക്കണം. അതിനായിട്ട് R3ക്ക് നമ്മൾ കാൽക്കുലേഷൻ കൊടുക്കാം. R3 is replaced with
R3 മൈനസ് R2 വിത്ത് റെസ്പെക്ട് ടു R2. അപ്പോൾ ഫസ്റ്റ് രണ്ട് റോയെ അതേപോലെ എഴുതുക. 0 1 മൈനസ് 1 0 1 മൈനസ് ഓഫ് മൈനസ് 1 ആയിരിക്കും വരുന്നത്. R3 മൈനസ് R2. അപ്പോൾ 1 മൈനസ് ഓഫ് മൈനസ് 1 ഈക്വൽ ടു 2. അതും ഇവിടെ വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമുക്കിവിടെ അടുത്ത ഇൻറ്റേർണൽ കാൽക്കുലേഷൻ വേണമെങ്കിൽ നമുക്ക് 1 ആക്കാനായിട്ട്, അപ്പോൾ ഫസ്റ്റ് പിവോട്ട് എലമെൻറ്റ് 1 വരുന്നുണ്ട്, ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് 1 ആക്കാനായിട്ട് നമുക്ക് R3യെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. R3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അതും 1 ആയി കിട്ടും. അപ്പോൾ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം ഓർ ദ ബേസിസ്. അപ്പോൾ ഇതിൽ ബേസിസ് ഫോർ കോളം സ്പേസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. Therefore image of F is equal to span of these three vectors. ഏതൊക്കെയാണ്? 1 0 1 1 1 0 0 1 1. Therefore image of F is equal to span of these three vectors equal to അതേതാണ്? R3. R3യിൽ നിന്ന് തന്നെ മാപ്പിംഗ് R3യിലോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ 3 എലമെൻറ്റ് വെക്റ്റർ സ്പേസ് ആണ് നമുക്കിവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ ഇമേജ് ഓഫ് എഫും കർണൽ ഓഫ് എഫും ഈ പ്രോബ്ലത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ കർണൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന വെക്റ്റേഴ്സിൽ നമ്മൾ ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു 0 0 0 എന്ന് അസ്യൂം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോന്നിനെ ഇക്വേറ്റ് ചെയ്ത് എ ബി സി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വാല്യൂസിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കും ആൻസർ? നമ്മുടെ ആൻസർ 0 തന്നെയാണ് വരുന്നത്. അതുപോലെ റേഞ്ച് ഓർ ദ കോളം സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെട്രിക്സ് എടുത്ത് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം കാൽക്കുലേഷൻ കൊടുക്കുക. അതിൽ പിവോട്ട് കോളം ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ബേസിസ് ഫോർ ദ കോളംസ് ഏതൊക്കെയാണ്? pivot columns വരുന്നത് first column, second column, third column. Therefore the basis is for the column spaces 1 2 first column, second column and third column. So therefore it forms a linearly independent subset. Therefore image of F is equal to span of the set എന്ന് നമ്മൾ എഴുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഫ്രം R2 ടു R2, R2 ടു R2, 2 എലമെൻറ്റ്സ് ടു 2 എലമെൻറ്റ് മാപ്പിംഗ്. അപ്പോൾ ഇമേജ് ഓഫ് എഫും കർണൽ ഓഫ് എഫും ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി കൊമ 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഇൻറ്റു 1 കൊമ 0. സോ ദെയർഫോർ ഇമേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്പാൻ ഓഫ് 1 കൊമ 0. ഒരു വെക്ടറിലേ ഉള്ള സ്പാൻ ഓഫ് ദ സെറ്റ് വെക്ടർ. അപ്പോൾ അടുത്തത് കർണൽ. സോ എ ബി ഇസ് ഈക്വൽ ടു, ഇതവിടെ ഇരിക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 ആക്കി വയ്ക്കാം. ഇനി എ ബി ബിലോങ്സ് ടു ദ കർണൽ ഓഫ് എഫ്. ദാറ്റ് മീൻസ് ബൈ ഡെഫിനേഷൻ നമ്മൾ എങ്ങനെ എഴുതും? എഫ് ഓഫ് എ ബി ഈക്വൽ ടു 0 കൊമ 0. എഫ് ഓഫ് എ ബി ഇസ് ഗിവൺ അസ് എന്താണ്? ബി കൊമ 0 ഈക്വൽ ടു 0 കൊമ 0. ഓൺ ഇക്വേറ്റിംഗ് യു വിൽ ഗെറ്റ് ബി ഈക്വൽ ടു 0. ബി ഈക്വൽ ടു 0 കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? എ കൊമ ബിയിൽ എന്താണ്? എ കൊമ ബി ബിലോങ്സ് ടു കർണൽ ഓഫ് എഫ്. ദെയർഫോർ കർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എ കൊമ 0 സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ആർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ഇൻറ്റു 1 കൊമ 0. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഇൻറ്റു 1 കൊമ 0 വിച്ച് മീൻസ് ദാറ്റ് സ്പാൻ ഓഫ് 1 കൊമ 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സ്പാൻ ഓഫ് 1 കൊമ 0 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഫ്രം ഇക്വേഷൻ 1 and 2 we can say that image of f is equal to the kernel of f എന്ന് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ടി ഫ്രം R3 ടു R3 ആണ് വെക്ടർ സ്പേസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ടി ഓഫ് വി ഈക്വൽ ടു എ ബി വേർ എ ഈക്വൽ ടു ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കേർണൽ ഓഫ് ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് നമുക്ക് എടുക്കാം. അതായത് നമ്മളിവിടുത്തെ കാൽക്കുലേഷനിൽ എന്താണ് റോ സ്പേസ് എന്താണ്, കോളം സ്പേസ് എന്താണ് എന്നൊക്കെയല്ലേ നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. കർണൽ ഓഫ് ടി ആണ്, നൾ സ്പേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി നമുക്ക് 2 ആണ് വരുന്നത്. അപ്പോൾ 2ന് താഴത്തെ 2 എൻട്രീസ് നമുക്ക് 0 ആക്കാനായിട്ട് R2 is replaced with R2 minus 2 into R1. അടുത്തത് R3 is replaced with R3 minus 2 into ഇവിടെ R2 is replaced with R2 minus R1. R3 is replaced with R3 minus 2R1. ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഈ ഒരു ആൻസർ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്കിവിടെ 2 കോളംസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഫസ്റ്റ് റോ ഫിക്സ് വിടുക, സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. അപ്പോൾ താഴെ ഒരു കാൽക്കുലേഷൻ, അതായത് ഇതിന് താഴത്തെ ഈ എൻട്രിയാണ് നമുക്ക് 0 ആക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് R2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്താവും? 0 ആവും. ഇനി നമുക്ക് ഇവിടെ ഈ ലീഡിങ് എൻട്രിയിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഈ ലീഡിങ് എൻട്രി R2ൽ
ഇത് 1 ആക്കാനായിട്ട് നമുക്ക് R2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 ആയി. ഇനി അടുത്ത ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് നമുക്കിവിടെ എന്തായി 2 1 3. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഈ ലീഡിങ് എൻട്രിയിൽ ഫസ്റ്റ് ഈ ഒരു എൻട്രി ഉണ്ടല്ലോ, ഫസ്റ്റ് എൻട്രി 1 ആക്കാനായിട്ട് R1നെ നമുക്ക് എന്ത് ചെയ്യാം, R1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ എന്തായിരിക്കും 103/2 0 1 1 0 0 0 എന്ന് വരുന്നുണ്ട്. Therefore, kernel of T is equal to, നമുക്ക് ഇപ്പോൾ വരുന്നത് null space ആണല്ലോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. null space കാൽക്കുലേറ്റ് ചെയ്യാൻ to find the solution. So, to find the solution, what we have to do? We have to equate the matrix A into X is equal to vector 0. Therefore, നമുക്ക് A എന്താണ് 1 0 3/2 0 1 1 0 0 0 into the vectors ഏതൊക്കെയാണ് v1 v2 v3 that is equal to 0 vector 0 0 0 which is equal to നമുക്ക് എന്ത് ഇക്വേഷൻ ആണ് വരുന്നത് v1 plus 3/2 into v3 equal to 0. അടുത്തത് v2 plus v3 is equal to 0 which implies, ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 3 വേരിയബിൾസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്, ബട്ട് 2 ഇക്വേഷനാണ് വരുന്നത്. അതിനായിട്ട് നമുക്ക് ലെറ്റ് എസ് ഗിവ് എ ഫ്രീ വേരിയബിൾസ്. ഇതിൽ ഫ്രീ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ തേർഡ് വേരിയബിൾ ആണ് ഫ്രീ വേരിയബിൾ. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ലെറ്റ് v3 is equal to k1 എന്നിട്ട് കൊടുക്കാം, or t എന്നിട്ട് കൊടുക്കാം. t എന്നിടുമ്പോൾ എന്തായിരിക്കും വരുന്നത് v2 plus t is equal to 0. Therefore, v2 equal to minus t. ഇനി ഇവിടെ ഇടുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇടുമ്പോൾ v1 is equal to -3/2 into t. Therefore, the solution is x equal to, what are the values? -3/2t, then minus t, next one t. ഇങ്ങനെ നമ്മുടെ ആൻസർ വരുന്നുണ്ട്. ഇതിൽ നിന്ന് t നമുക്ക് പുറത്തെടുത്താൽ എന്തായിരിക്കും വരുന്നത്? when you take 3t outside, you will get it is -3/2 -1 1 എന്ന ആൻസർ വരുന്നുണ്ട്. So therefore, kernel of t is equal to span of these vectors and the dimension of kernel of t is equal to, ഒരേ ഒരു വെക്റ്റർ മാത്രമല്ലേ വരുന്നുള്ളൂ, that means it is known as nullity. The dimension of this vector is equal to, നമുക്ക് എത്രയാണ് 1 ആണ് വരുന്നത്. ഇനി range എന്ന് പറയുന്നത്, range is known as the column space, isn't it? The column space is equal to how many vectors span these two vectors? നമുക്കിവിടെ column vectors ഏതൊക്കെയാണ്, pivot columns ഏതൊക്കെയാണ്? See, how many columns? ഇവിടെ നമുക്ക് 2 columns ആണ് വരുന്നത്. So therefore, the pivot columns are first column and second column. അപ്പോൾ ഇത് രണ്ടും നമുക്കിവിടെ വരുന്നുണ്ട്. Therefore, first column second column ആണ് pivot column. Therefore, basis for, what are the basis? So the basis for column space, that is equal to, the basis for column space is equal to ഏതൊക്കെയാണ്? first column and the second column. That means it is the column spaces 2 2 4. First vector വരുന്ന 2 2 4 and next one is 1 -1 0 is the column space vector. So the basis for the column spaces ഏതൊക്കെയാണ്? first column and second column. അപ്പോൾ first columnത്തിൻ്റെ corresponding vectors ഏതൊക്കെയാണ്? 2 2 4. second columnത്തിലെ corresponding vectors 1 -1 0. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? therefore, the range of t equal to column spaces span of these two vectors. hence ഇവിടെ നമുക്ക് എത്ര vectors വരുന്നുണ്ട്? 2 vectors വരുന്നുണ്ട്. hence rank of t equal to 2. ഇത് അഡീഷണലി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം കൂടി എടുത്തത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ
എന്താണ് കർണൽ ഓഫ് ടി ആണ്. ഒരു മെട്രിക്സ് തന്നിട്ട് എങ്ങനെ കർണൽ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കർണൽ ഓഫ് ടി എന്ന് പറയുന്നത് നൾ സ്പേസ് ആണ്. ആൾറെഡി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കി. ആൻഡ് ഇമേജ് ഓഫ് ടി ഓർ റാങ്ക് ഓഫ് ടി ഈസ് അതർവൈസ് നോൺ ആസ് ദ കോളം സ്പേസ്. സോ ഇമേജിൽ നിന്ന് ഇമേജിൻ്റെ അതായത് റേഞ്ചിൻ്റെ ഡയമെൻഷനാണ് റാങ്ക് ഓഫ് ടി, കർണലിൻ്റെ ഡയമെൻഷനാണ് നള്ളിറ്റി. സോ നമുക്ക് ഇത് രണ്ട് നമുക്ക് പഠിച്ചു. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ഒരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? റാങ്ക് പ്ലസ് നള്ളിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ n എന്ന് കൊടുത്തിട്ടാണ്. n means number of columns. Therefore rank plus nullity is equal to, rank is 2 and nullity is equal to 1, which is equal to 3. Is the 3 means it is equal to number of columns. Number of columns എത്രയാണ്? It is equal to 3. So hence rank plus nullity is n is the number of columns which is equal to 3. സോ നമ്മളിവിടെ 4 പ്രോബ്ലംസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെക്റ്റേഴ്സ് എടുത്തിട്ട് ആ വെക്റ്റേഴ്സിൻ്റെ കർണൽ ആൻഡ് ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. കർണൽ എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ആണ്. അതുപോലെ ഇമേജ് ഓർ റേഞ്ച് എന്ന് പറഞ്ഞാൽ കോളം സ്പേസ് ആണ്. അത് രണ്ടും മറക്കരുത്. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.